ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 25 പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിൽ അമ്മയുടെ ലോകപ്രശസ്തമായ ഒരു ചിത്രത്തെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ധ്യാനിക്കാം. നമുക്കേറെ പരിചിതമായ പരിശുദ്ധ അമ്മയുടെ ചിത്രമാണല്ലോ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം. ഈ ചിത്രത്തെക്കുറിച്ച് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് ആർക്കും അധികം അറിഞ്ഞുകൂടാ. ജർമ്മനിയിലുള്ള ഒരു സുഹൃത്ത് വൈദികൻ ഈ നാളുകളിൽ പങ്കുവെച്ച അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും വിവാഹിതരായി അധികം നാളായില്ല. പക്ഷെ അവർ ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവാതെ വലിയ പ്രതിസന്ധിയിലായി. അവർ വേർപിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ആ പ്രതിസന്ധി അവരുടെ അടുത്തുള്ള ഒരു ഈശോ സഭാ വൈദികനെ അറിയിക്കുകയാണ്. ഈ വൈദികൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിരന്തരമായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, അവരുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ, അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കെട്ടുകൾ അവർ കഴിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഈ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയുടെ ഫലമായി ഈ പിരിയുവാൻ തീരുമാനിച്ചിരുന്ന ദമ്പതിമാർ വീണ്ടും സ്നേഹത്തിൽ ഒന്നിക്കപ്പെട്ടു. വലിയ സ്നേഹത്തോടെ ദീർഘകാലം പിന്നെ മുന്നോട്ട് ജീവിച്ചു. അവർക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയി. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഒരു കൊച്ചുമകൻ പിന്നീട് അവൻ്റെ ബാല്യത്തിൽ അവൻ്റെ വല്യപ്പനിൽ നിന്ന് വല്യപ്പൻ്റെ അനുഭവം കേട്ടു. പരിശുദ്ധ അമ്മ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതും ദാമ്പത്യ ജീവിതത്തെ പണിതുയർത്തിയതും പിന്നീട് മുന്നോട്ട് ജീവിച്ചതും അതിന് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കാരണമായി തീർത്തതും ഒക്കെ ഈ മനുഷ്യൻ ഈ കൊച്ചുമകനോട് പങ്കുവച്ചു. കൊച്ചുമകൻ അവൻ ആ കഥ മുഴുവനും പ്രസിദ്ധനായൊരു ചിത്രകാരനോട് പങ്കുവച്ചു. അദ്ദേഹം ആ ആശയം വച്ച് ഒരു ചിത്രം വരച്ചു. അതാണ് ഇന്ന് ജർമ്മനിയിലെ പ്രസിദ്ധമായ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കുരുക്കുകളെ അഴിക്കാൻ പ്രാപ്തയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് സൂക്ഷിക്കാം. മനുഷ്യകുലത്തെ ചുറ്റിയിരുന്ന പാപത്തിൻ്റെ ആ കയറഴിക്കുവാൻ ദൈവം ഉപയോഗപ്പെടുത്തിയ കരം പരിശുദ്ധ മറിയത്തിൻ്റെ കരമാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ സ്നേഹിത വൈദികൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ ഒരിക്കലും മെഴുകുതിരികൾ അണയുന്നില്ല. ആ അമ്മയുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു ഡയറി വെച്ചിട്ടുണ്ട്. അതിലെ താളുകളിൽ എപ്പോഴും കണ്ണുനീരിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആ പാടുകൾ വീണ് നനഞ്ഞ പ്രാർത്ഥനകളും നിയോഗങ്ങളും കൃതജ്ഞതകളും കൊണ്ട് അത് നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ